it's bad, but I can't help myself. When I feel sad, I escape. അങ്ങനെ ഒരു നീണ്ട ഇടവേളകൾക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ ഇന്ദുചൂടൻ നമ്മുടെ ലാലേട്ടനല്ല കേട്ടോ, ഒരു സാധാരണക്കാരി വീട്ടമ്മ. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോസ് ചെയ്യാനും താല്പര്യമുള്ള ഒരു സാധാരണക്കാരി. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വല്ലാത്തൊരു മടി ബാധിച്ചിരിക്കുന്ന കുറച്ച് മാസങ്ങളാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും എൻ്റെ ഉള്ളിലിരുന്ന് വല്ലാത്തൊരു വീഡിയോസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ എന്താണ് അതിനൊരു തടസ്സം എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മടിയൊന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ പൂർവാധികം ശക്തിയോടെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മന്ത്ലി ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള കിച്ചൺ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഒരു മന്ത്ലി ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് ഇത്രയധികം സാധനങ്ങളോ എന്ന് ചിന്തിക്കുന്നവരോടാണ് ഞാനീ പറയുന്നത്. ഞാൻ ഇത്രയധികം സാധനങ്ങൾ ഒരു മാസത്തേക്ക് ഉപയോഗിക്കുന്നതല്ല. പക്ഷേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ എനിക്ക് വേണ്ട ബ്രാൻഡിലുള്ള സാധനങ്ങൾ, അതായത് ബ്രാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇനിയൊരു സോപ്പായാലും പേസ്റ്റ് ആയാലും അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ചില ബ്രാൻഡുകൾ ഉണ്ടാവുമല്ലോ, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചധികം തന്നെ വാങ്ങി വയ്ക്കും. ഇതുപോലെ കംഫേർട്ടും ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടെ അതൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചധികം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറാണ് പതിവ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ ഞാനൊരു മാസത്തേക്ക് മാത്രമേ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യാറുള്ളൂ. അങ്ങനെ വാങ്ങുന്നത് കൂടെ ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കാറ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിലുള്ള ഈർപ്പവും ഒക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ കേടുവന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വാങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറാണ്. അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നത് മാത്രം ഞാനിങ്ങനെ ബോട്ടിൽസിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കും. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ പുതിയ കിച്ചൺ ഓർഗനൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കണ്ടെയ്നേഴ്സിൽ എംപ്റ്റി ആയിട്ടുള്ള ബോക്സസ് മാത്രമേ ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എക്സ്ട്രാ ഐറ്റംസൊക്കെ ഞാൻ സ്റ്റോറേജ് ബോക്സിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഞാനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. എന്തൊക്കെയാണ് നമുക്ക് കിച്ചണിൽ ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെ ഐറ്റംസാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്, ഇനി എന്താണ് നമുക്ക് പുതുതായിട്ട് വാങ്ങേണ്ടത്. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണോ? അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്ന് കിച്ചണിലൂടെ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി അവിടെ കാണുന്ന ഐറ്റംസുകളൊക്കെ കണ്ണ് മഞ്ഞളിച്ചിട്ട് ഒരുപാട് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ചുമ്മാ വേസ്റ്റായി പോകുന്നത് മാത്രമേ മിച്ചമായിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇതെല്ലാ സാധനങ്ങളും ഒന്നും ഉപയോഗിക്കുന്നതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണത്. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള ഐറ്റംസ്, നമ്മൾ കിച്ചണിൽ പെരുമാറുന്നവരാകുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ഒരു പേപ്പറിൽ പെന്ന് വെച്ചിട്ട് എഴുതും, അല്ലെങ്കിൽ ഫോണിലൊന്ന് ഞാൻ നോട്ട് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുപോകാറാണ് പതിവ്. ഷോപ്പിങ്ങിന് പോയി സാധനങ്ങളൊക്കെ വാങ്ങുക എന്നുള്ളത് എല്ലാവരെയും പോലെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല മടിയുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ വന്നപ്പോൾ നല്ലൊരു ചായയും എന്തെങ്കിലും സ്നാക്കും ഒക്കെ കഴിക്കണം എന്നൊരാഗ്രഹം തോന്നി. ഉള്ളിവട ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ തന്നെ കുറച്ച് ഉള്ളി എടുത്ത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഉള്ളിയിൽ നിന്ന് വരുന്ന ആ നീരിൽ മാത്രം ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഉള്ളി അരിഞ്ഞെടുത്തതിൽ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇഞ്ചി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടലമാവും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മൈദയും കൂടെ ചേർത്ത് നമുക്ക് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാവുന്ന ഒരു പാകത്തിലേക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് അത് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവില്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.